ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് ക്ലാസ്സിലും ഹസ്ബൻഡിൻ്റെ ജോലിക്കുമൊക്കെ പോകേണ്ട ഒരു ദിവസമായിരുന്നു. ലഞ്ചെല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെ പാർട്ട്ണറിനെ കൊണ്ടുവന്ന് വിട്ടിട്ട് വേണം എനിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി പുറത്തേക്കൊക്കെ ഇറങ്ങി. നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ പുതിയ കുപ്പിയൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. എനിക്കെപ്പോഴും പോകുന്നതിന് മുമ്പ് പാർട്ട്ണർ കാറിലേക്ക് വന്ന് കയറാൻ വേണ്ടി കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇതിലിങ്ങനെ തൊട്ട് പിടിച്ചിരിക്കുക. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യിലിങ്ങനെ എൻ്റെ കയ്യിൽ ആരിലൊക്കെ പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പാർട്ട്ണർ എന്നെ കയ്യിലൊന്നും പിടിക്കാറില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് എന്നെ ഹാപ്പി ആക്കാറ്. പാർട്ട്ണറിൻ്റെ വർക്ക് പ്ലേസിലെത്തിയപ്പോഴത്തേക്കും ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ക്ലാസ് ഞാൻ ഓൺലൈനായിട്ട് കാറിലിരുന്ന് തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഒരു ചെറിയ ഗെയിമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഒരു 12 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ 2 yearsന് ഉള്ളിൽ ആദ്യമായിട്ടൊരു 3 day ട്രിപ്പ് പോവാണ് വിത്ത് മൈ പാർട്ട്ണർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. സോ അന്ന് ഭയങ്കര എക്സൈറ്റഡാണ്. ഇപ്പോൾ ഇവിടെ 12-11 ആയിട്ടുണ്ട്. മനസ്സിൽ ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആണ്. ഇന്ന് പുറത്തൊക്കെ പോകാനുള്ള പ്രിപ്പറേഷൻ എന്താവും, ട്രിപ്പ് എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ആ ഒരു ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് രാത്രി. അപ്പോൾ ആ ടൈം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനൊരു 1:30 ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നത് 5 ഞങ്ങളുടെ വേറെ 4 ഫ്രണ്ട്സ് കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു സർപ്രൈസായിട്ടൊരു സ്വീറ്റ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഡേറ്റ്സ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുമാത്രമല്ല, എനിക്ക് കുക്ക് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊരിക്കൽ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ ലവ് ലാംഗ്വേജ് എന്താണെന്ന്, 2 വർഷം മുമ്പ്. അപ്പോൾ എനിക്ക് ഈ ലവ് ലാംഗ്വേജ് എന്താണെന്ന് പോലെ അറിയില്ലായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫുഡാണെന്ന്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാമെന്ന് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതുകഴിഞ്ഞ് ഇവർ എൻ്റെ സ്നാക്ക് അവർ ട്രൈ ചെയ്യുന്നതും പിന്നെ അവരെൻ്റെ കമൻറ്റ് പറയുന്നതൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. സോ ദാറ്റ് വാസ് ദ റിയാക്ഷൻ. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡിനെ വർക്ക് പ്ലേസിൽ നിന്ന് ട്രിപ്പിന് വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി ചെന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ട്രാവൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഏകദേശം ഒരു 700 kilometers ദൂരമുണ്ട്. സോ അതിൻ്റെ മിഡിലായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. അവിടെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേയും ഫുഡും ഇന്നത്തെ രാത്രി അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 1 o'clock ആയപ്പോൾ അവിടെ എത്തി. സോ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇവിടെ എന്നും നമ്മൾ വിളിക്കാറുണ്ട് വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ പറഞ്ഞ്. ഇന്നായിരുന്നു അത് നടന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ഞങ്ങളുടെ ഫ്രണ്ടും വൈഫും ഫുഡും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് നല്ല ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി എല്ലാം കഴിച്ചു. കുറേ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ലേറ്റായിട്ട് ചെന്നുകൊണ്ട് അതൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.